നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇത്തിരി ഉറച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. അറിയാമല്ലോ, ഇവിടെ അടുത്തെവിടെ ഏതൊരു ക്ഷേത്രത്തിലെന്തോ കുടുംബക്ഷേത്രത്തിലെന്തോ പൂജയോ കാര്യങ്ങളോ എന്തൊക്കെ നടക്കണം. അപ്പോൾ മൈക്കിൻ്റെ ഒരു ഓളം അടുത്തേക്കുണ്ട്, നല്ല സൗണ്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ തിരുവല്ലത്തിനടുത്ത്. അറിയില്ല, തിരുവല്ലം എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അമ്പലവാസികൾക്ക് അറിയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം പരശുരാമ ക്ഷേത്രമാണ്. ബലിതർപ്പണത്തിന് വരുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിനടുത്ത് പാച്ചല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാച്ചല്ലൂർ ക്ഷേത്രം മുൾത്തൂക്കം നടക്കുന്ന പ്രമാദം ഒരു ക്ഷേത്രമാണ്. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു അതിഥി ഇങ്ങനെ എഴുതി 2 നായ്ക്കളുണ്ട്. ആ നായ്ക്കുട്ടന്മാരുടെ അടുത്ത് വന്ന് 10 ഇവിടെ അടുത്തേക്ക് ഇരുന്നിട്ട് അദ്ദേഹം എഴഞ്ഞു വന്ന് പെട്ടെന്നൊരു പൊത്തിനകത്ത് കയറുന്നു. നമ്മൾ വരുന്നതിന് മുന്നേ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ സംശയിച്ച് കിട്ടുമോ, ഇടിച്ചാൽ കിട്ടുമെന്നൊക്കെ വെച്ചപ്പോൾ അവരൊന്ന് ഇടിച്ച് നോക്കിയ സമയത്ത് തന്നെ കണ്ടു. അപ്പോൾ അവരെന്തായാലും ആ സമയം തൊട്ട് കാവൽ നിൽക്കുകയാണ് അവിടെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? സുനിൽ. മാമൻ്റെ പേരോ? ജോൺസൺ. റാഫി. രതീഷ്. അമ്മ നമസ്കാരം. അമ്മ എന്താ സ്റ്റഡി ആയിട്ട് നിൽക്കണേ? സുഖമാണല്ലോ. അമ്മേരെ പാമ്പാണോ ഇത്? അമ്മേരെ പാമ്പാണോ? അമ്മേരെ വീട്ടിൽ വന്നു. ഈ ഡോഗുകൾ 2 തന്നെയല്ലേ? അവിടെ തന്നെ തന്നെയല്ലേ? സന്തോഷം. അപ്പോൾ നമ്മൾ ചേട്ടന്മാരെ പരിചയപ്പെട്ടു, അവർ പറഞ്ഞു ഇതിനകത്ത് കയറി, ഇവിടെ കയറി 10 കണ്ടു ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സമയം കളഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് വേനലല്ലേ, അപ്പോൾ നമുക്കൊരു ശകലം വെള്ളം അടിച്ച് പൊടി കുറഞ്ഞിരിക്കും. അപ്പോൾ ശകലം ഒന്ന് വെള്ളം തെളിച്ച് നമുക്കൊന്ന് കുറച്ചുകൂടി പൊളിച്ച് അവർ കണ്ടു തുറപ്പാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയില്ല. കുറച്ച് പറഞ്ഞാലേ കൂടെ അടുത്ത ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ചേട്ടൻ അമ്മ ആ പൈപ്പിങ് തരാമോ? അമ്മ ഇത് ആരുടെ മതിലാണ്? നമുക്ക് ഒന്ന് തുറക്കാമോ? നമ്മൾ പൊളിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. റാവി ചേട്ടൻ തന്നെ അടിയൊന്നും ആവില്ലല്ലോ. അല്ല അതിൽ അങ്ങനെ ഉള്ള മതി. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടണം മൊത്തം, എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. മകളാ പാരങ്ങ് മാറ്റി പാരേ. അമ്മ തുറന്നോ? വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കലും കുളിക്കണതേ. അപ്പോൾ വെറുതെ പൊടി കഴിഞ്ഞ് വീണ്ടും എന്നും കുളിക്കേണ്ടി വരും. ഇതൊക്കെ മാറ്റാൻ പറ്റുമല്ലോ അല്ലേ? അതെല്ലാം പോട്ടെ, അതെല്ലാം പോട്ടെ. അതെല്ലാം പോയോ? അതാണ്ട് വെള്ളം വേണപ്പോൾ തന്നെ അതെല്ലാം താഴോട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ കളയിക്കളാം. അതുകൊണ്ട് അതെ, അതൊക്കെ പിന്നെ തട്ടി വീണാലേ. പതുക്കെ പതുക്കെ അത് തന്നെ, അതൊക്കെ മാറ്റണം. അമ്മ അതങ്ങ് അടയ്ക്കുമോ? അമ്മ അടച്ചോളുമോ? ഞാൻ കുത്തിത്തല്ലേ, പതുക്കെ മാറ്റിക്കോളൂ അല്ലേ? അതല്ല പാരങ്ങാണ്. അല്ല അതങ്ങ് വരച്ച് മാറ്റിക്കോളാം പതുക്കെ. ഞാൻ മാറ്റണം കേട്ടോ. ആദ്യത്തെ കല്ലൊക്കെ അത് തന്നെ ആ കല്ലൊക്കെ പോട്ടെ കേട്ടോ. നോക്കി നിൽക്കണേ. നോക്കിക്കണേ. ഇവിടെ തന്നെ കയറി. ഇവിടെ തന്നെ കണ്ടത് നിങ്ങൾ? പോയിട്ടില്ലല്ലോ? നിങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ? അതിന് പോകാൻ നിങ്ങളെ പെർമിഷൻ വേണ്ടല്ലോ. അതിനും കൂടെ പുറത്തില്ല. ഈ വീട് ആരതാ? നമ്മൾ അടിസ്ഥാനം പൊളിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കല്ലിനെ മാറ്റിക്കാതെ ചേട്ടാ. അമ്മ പൈപ്പ് ഒന്നുകൂടെ തുറന്നോ അമ്മ. അപ്പോൾ ഇവർ ഈ കല്ല് ഇളക്കി വന്ന സമയത്ത് തന്നെ കണ്ടു ചേട്ടനില്ല. അല്ല അത് ഇളക്കണ്ട ചേട്ടാ, അങ്ങോട്ട് പോകാൻ സാധ്യത. നിങ്ങൾ ഇങ്ങോട്ടല്ലേ കണ്ടത്? അപ്പോൾ ഇവരിതുവരെ ഇളക്കി. അപ്പോൾ അത് കണ്ടു, അതിനെ ഇങ്ങോട്ട് കയറി പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും അമ്മ അടച്ചോ. അമ്മ കുറച്ച് കല്ലിന് ഇളക്കി നോക്കാം. ഉണ്ടെന്ന് ഉറപ്പായിട്ട് അവർ പറയുന്നു. നമ്മൾ സാറിന് ഇതിൽ അറിയാമല്ലോ, പാവപ്പെട്ട വീട്ടിലൊക്കെ പോയി നമ്മൾ സാറിനെ പൊളിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതിപ്പോൾ അവർ നിർബന്ധിച്ച് പറഞ്ഞില്ല. പൊളിച്ചാലും കുഴപ്പമില്ല, 2 ലക്ഷം പോയാലും കുഴപ്പമില്ല, പൊളിച്ച് തന്നെ ആവണം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പൊളിക്കണമെന്ന്. ഏതാണ്? അല്ല തടി മാറ്റണം ചേട്ടാ.
കണ്ട, ഇതാണ് ഹോള്. കണ്ട കട അങ്ങനെ കിടക്കാൻ. അമ്മ ഓസം തുറന്നു അമ്മ. നമുക്ക് മൺമട്ടിക്കാം. അതിനകത്ത് സാധനങ്ങൾ കഴിഞ്ഞ് വലിച്ചു ഇതൊന്ന് താപ്പിട്ടിറക്കി, ആ ഒരു കല താപ്പിട്ടിറക്കി വയ്ക്കും. അതങ്ങ് വൃത്തിയാക്കണം. ടോർച്ച് ഉണ്ടോ? ടോർച്ച് ഇങ്ങിട്ടാൽ മതി. കേട്ടോ താങ്ക് യു. അടിപൊളി. നമ്മളെന്തായാലും ഇവർ പൊളിച്ചു വെച്ചാൽ നമുക്ക് അധികം പണിയില്ല. അതോ ഇവർ പറയുന്നത് മൂർക്കുന്നത് ഇതായിരിക്കും. അതുകൊണ്ട് അല്പമേ കാണാവൂ. ഇവിടെയും നമുക്ക് കാണാം. പക്ഷേ കാരണം നമ്മൾ ഈ പൊളിച്ച് പോകുമ്പോൾ ഇത് അനക്കുമ്പോൾ എത്രത്തോളം ഉള്ളിൽ പോകുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ടോർച്ച് വേണ്ട. അടിപൊളി. ഇവർ കണ്ടതൊക്കെ ശരി, പക്ഷേ ഇത് നമ്മൾ പൊടിച്ച് ചെല്ലുമ്പോൾ എത്രത്തോളം ഉള്ളിൽ പോകുമെന്ന് പറഞ്ഞൂടാ. ആയിരിക്കണം. എന്നാലും പുള്ളി പറഞ്ഞ പോലെ തന്നെ അതിന് നല്ല വാരങ്ങളുണ്ട്, നല്ല വഴിയുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ കണക്കുള്ള അത്രയ്ക്ക് ഒട്ടും സുഖമില്ലെന്നാണ് പറഞ്ഞത്. പനിയോ ജലദോഷമൊക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വേണ്ട, ശരി തന്നെ. എന്താ നോക്കി. ഇതൊക്കെ മൂർക്കും തന്നെ. പക്ഷേ നമുക്കിത് എത്ര കണ്ട് അകത്തോട്ട് ഹോളില്ലാന്ന് പറയാൻ പറ്റില്ല. വേണ്ട, ഇതാ വരണം. അദ്ദേഹം നല്ല ടയർഡാണ്. നോക്കില്ല, ഇതണ്ട, ഇതൊരു മുറിവാണ്. ഇത് എവരാരും ഉപദ്രവിച്ചല്ല, നേരത്തെയുള്ള മുറിവാണ്. ഇതൊരു മുറിവാണ്. ഇതുണ്ട, ഇതൊരു മുറിവാണ്. കണ്ടോ, ഇതൊരു മുറിവാണ്. കണ്ടല്ലേ, ഇതൊരു മുറിവ്. വാലിൻ്റെ അറ്റം കണ്ട മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊരു പഴയ മുറിവാണ്. അത് സ്മെല്ലുണ്ട്. ആ മുറിവിന് സ്മെല്ലുണ്ട്. പക്ഷേ ഇത് ഫ്രഷ് ആയിട്ടില്ല. ഇന്നലെയോ മെനിയാന്നൊക്കെ ഉണ്ടായൊരു മുറിവാണിത്. അതിലുപരി സത്യം പറഞ്ഞാൽ നല്ല പ്രായമുണ്ട്. നല്ല പ്രായമുള്ള ആൾ. അതിലുപരി ആണാണ്. നല്ല എന്താ പറയുക, നമ്മൾ പറയില്ല ഒത്താണെന്നൊക്കെ. പക്ഷെ നല്ല ടയർഡായതുകൊണ്ടാണ് ഇതവിടെ ആ നായുടെ മുന്നിൽ അങ്ങനെ പത്തി വിടത്തി ഇരുന്നത്. നല്ല ടയർഡായിരുന്നു. നല്ല ഇപ്പോൾ ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് വേനൽ ചൂട് കൂടുന്നു. അതിലുപരി ഇപ്പോൾ ആൾക്കാർ വേനലായപ്പോൾ പറമ്പുകളിൽ തീയിടുന്നു. കാണാമല്ലോ. നമുക്ക് അത്ര ചെറുതൊന്നും അല്ലാത്ത, എന്നാലൊരു 10 വയസ്സിന് മേളിൽ 12 വയസ്സിനകത്ത് പ്രായം വരുന്ന നല്ല ഒത്ത ഒരു ആൺമൂർഖൻ, ആണതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഗ്ലാൻഡിനകത്ത് കണ്ട, ഈ ഗ്ലാൻഡിൽ മുഴുവനും വെനമാണ്. നല്ല ഫുൾ എഫക്റ്റിൽ, ചെറിയ എഫക്റ്റൊന്നും അല്ല. പിന്നെ ഇവർക്കൊക്കെ എനിക്കൊന്ന് ഏകദേശം നല്ല എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട്, ശരീരമായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ. അപ്പോൾ ആ ശരീരം നല്ല ടയർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഈ സാഹചര്യത്തിൽ കടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും ഒക്കെ. നല്ല, അതായത് ഈ പ്രായം കൂടുന്തോറും പാമ്പിൻ്റെ വനത്തിൻ്റെ വീര്യം കൂടും. അതിലുപരി വേറെ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതാവുന്ന സമയത്തും ഇദ്ദേഹത്തിന് ആ വനം അങ്ങനെ ഇരിക്കും. അപ്പോൾ അതും വീര്യം കൂടും. അപ്പോൾ അതൊക്കെ അപകടമാണ്. അങ്ങനെ അറിയാമല്ലോ, എൻ്റെ ഈ വിരലിൻ്റെ ഈ നടുക്കത്തെ വിരൽ വെഞ്ഞാറമുള്ള ഇതുപോലത്തെ ഒരു അതിഥിയുടെ കടി കിട്ടി മുറിക്കേണ്ടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഓർക്കണം, ഒരു കാരണവശാലും വയ്യാന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാതിരിക്കുക.
ചേട്ടാ ചാക്കിങ് ഒരുപാട് നമ്മൾ സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ വരുന്നു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ആനേറ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം വാട്ടർ മീറ്ററിനകത്ത് ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാനായി എത്തിയ വലിയ മൂർഖനെ നമ്മൾ പിടികഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ആനേറ എന്ന സ്ഥലത്തേക്ക് യാത്രയാവുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കിംസ് കഴിഞ്ഞ് നമ്മൾ വെൺപാലവട്ടം വഴി പേട്ടയിലേക്ക് പോകുന്ന വഴിയിലേക്ക് എന്താ പറയുക, അതിന് മധ്യേ കുറച്ച് മുന്നോട്ട് ലോഡ്സ് ജംഗ്ഷൻ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ പുള്ളിക്കാരൻ ഒരു മേച്ചിൽ നിന്ന് വീടിൻ്റെ മുറ്റത്ത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തുകൊണ്ട് പൊട്ടിയത് അടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു വാട്ടർ മീറ്ററിൻ്റെ സൈഡിൽ ചെറിയൊരു ഓട്ടയുണ്ട്, അത് ഹോളുണ്ട്, അത് അടയ്ക്കാൻ വേണ്ടി അടപ്പെടുത്ത് മാറ്റിയപ്പോൾ അതിനകത്തൊരാൾ ചുരുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് മൂർഖനാണ്, ഉറപ്പാണെന്ന് പറഞ്ഞു. മൂർഖനാണ്, ഭയങ്കര ഇങ്ങനെ പെരഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്, ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആരാണ്, ഉണ്ടോ ഇല്ലയോ എന്ന്. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം സാറേ. സുഖം? നമസ്കാരം. സുഖം. എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല സാർ. നമ്മളെ വീട്ടിലെ ഇത് എവിടെയായിരുന്നു? ഈ ടാങ്കിന്റെ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കാണോ? വാട്ടർ ടാങ്കിന്റെ വാട്ടർ മീറ്ററാ? വാട്ടർ മീറ്റർ. അകത്തായിട്ട് ഞാൻ സിമെന്റ് ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പൊക്കി നോക്കി. ഈ ഷീറ്റ് പൊക്കി നോക്കി. ഇത് കുഴിയല്ല? കുഴിയല്ല, ഞാൻ സിമെന്റ് ഇട്ടിട്ടുണ്ട് അകത്ത്. അപ്പൊ ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴാണ് ഇവിടെ ഗ്യാപ്പുണ്ട്. അവിടെ കൂടെ അല്ല, ഇവിടെ ഗ്യാപ്പുണ്ട്. പക്ഷെ ഇവിടെ ഗ്യാപ്പുണ്ട്, ബാക്കി സീൽഡാണ്. ഇവിടെ സീലാണ്, ഇവിടെ കൂടെ കയറി അകത്ത് കയറി. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് സാറിനെ ഉടനടി വിളിച്ചു പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ. അമ്മ നമസ്തേ, സുഖമായിരിക്കുന്നല്ലോ? സന്തോഷം. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ്ട് ഇപ്പോൾ മേച്ചിരി പണി ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ മേച്ചിരി പണി ചെയ്ത് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴാണ് പുള്ളിക്കാരൻ ഈ ഒരു മൂല, അതാണ്ട് ഈ ഒരു ചെറിയ മൂല പൊട്ടിയത് അടയ്ക്കാൻ വേണ്ടി അവിടെ ഒരു ഹോളുണ്ട് അല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കാണുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഹോൾ അടയ്ക്കാൻ വേണ്ടി, മേശയെ കൊണ്ട് അടപ്പിക്കാൻ വേണ്ടി പുള്ളി ഇത് എടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു അതിഥി ചുരുണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് എടുത്ത് നോക്കാം. അടിപൊളി, ഇതായിരിക്കും. ചുമ്മാ അല്ല അങ്ങനെ ചുരുണ്ടിരുന്നത്, അത് നല്ലൊരു ഫുഡ് എടുത്തിട്ടുണ്ട്. അത് തന്നെ. നല്ല ഫുഡ്, അത് നല്ല തവള എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ഇദ്ദേഹവും ഫീമെയിൽ അതിഥിയാണ്. വാലിൻ്റെ അഗ്രം കണ്ടാൽ നമുക്കറിയാം. നല്ല ഫുഡ് തവള, വലിയൊരു അറിയാം നമുക്ക്. നമ്മുടെ നാട്ടിൽ ചൊറിയൻ തവള എന്നറിയാം, മറ്റ് ജില്ലയിൽ എന്ത് പറയുമെന്ന് അറിയില്ല. ചൊറിയൻ തവള എന്നറിയപ്പെടുന്ന ആ തവളയാണ് ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട്. അതുവഴി ഒന്ന് തവള ഇറങ്ങുമ്പോൾ ഈ തവളയെ പിടിക്കാണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ സൈഡിൽ, അതിനകത്തൂടെ ഇങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് 3-4 പേർ നമുക്ക് വാട്ടർ മീറ്ററിൽ റീഡിങ്ങിന് വന്ന ആളിന് കടി കിട്ടി. പക്ഷേ ചേരയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പേർക്ക് ഈ അടുത്ത കാലത്ത് ചിലർ വന്നിങ്ങനെ സംശയം കരുതി ആദ്യം ഒരു അനുഭവം ഉള്ളവർ പിന്നെ വന്ന് തട്ടി നോക്കും. തട്ടിയിട്ട് പതുക്കെ കമ്പും എല്ലാം കൊണ്ട് പൊക്കി നോക്കും, എന്നിട്ട് മാത്രമേ റീഡിങ് നോക്കാറുള്ളൂ. ഇതിപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാനല്ല, ഒരു ചെറിയ അതിഥി, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സീസണിൽ ജനിച്ച ഏകദേശം 1 വയസ്സ് പോലും ആവാത്ത, 1 വയസ്സ് കഴിഞ്ഞ സീസണിൽ ജനിച്ച ഒരു 10 മാസത്തോളം പ്രായം വരുന്ന കുഞ്ഞതിഥി. അദ്ദേഹത്തെ മേളിലോട്ട് കരയിലോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. കണ്ടാലൊരു
കുഞ്ഞനൊന്നും അല്ല, ഇത് ഒരാളിനെ രണ്ടുപേരെയൊക്കെ എടുക്കാൻ ജീവനെടുക്കാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗ്ലാൻഡിലിരിക്കുന്ന വെനത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം തവളയെ ഭക്ഷിച്ചുകൊണ്ട് തവളയെ ഭക്ഷിച്ച് വായി ഇങ്ങനെ കടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആ വയറ്റിൽ കിടക്കുന്ന ഫുഡ് മിക്കവാറും കക്കും. അറിയാമല്ലോ, നമ്മൾ പിടിക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട കേസുകളൊക്കെ 99.4% ഫുഡ് എടുത്ത അധികം ഫുഡ് കക്കാറുണ്ട്. അതിന് കിങ് കോബ്ര ആയിക്കോട്ടെ, പൈത്തനായിക്കോട്ടെ, അല്ലെങ്കിൽ രാജവമ്പലായിക്കോട്ടെ, പെരുമ്പാമ്പായിക്കോട്ടെ, മൂർഖനായിക്കോട്ടെ, അണലിയായിക്കോട്ടെ, ചേരയായിക്കോട്ടെ, കാട്ടുപാമ്പായിക്കോട്ടെ, നീർക്കോലി ആയിക്കോട്ടെ, ചോർപ്പ്, എല്ലാ അതിഥികളും ഫുഡ് എടുത്താൽ ഇത് കക്കും. നമ്മളത് പിടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് കക്കാറുണ്ട്. അതിൽ നമ്മൾ പിടിച്ചില്ലെങ്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക് മൂവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് അത് കക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയോ, കുഞ്ഞാളെ എൻ്റെ വീര്യം കണ്ടോ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് സാറേ ബോട്ടിലിങ് തരാമോ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കക്കുന്ന വരുന്ന വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കി. നമ്മുടെ ഇവിടുത്തെ ദൗത്യം കണ്ടല്ലോ, കുഞ്ഞു മുറുക്കനതി. അപ്പോൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു.